Hi friends, welcome to SHAHNAZ Easy Tips. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ സദ്യ സ്പെഷ്യൽ ഇഞ്ചിപ്പുളിയുടെ റെസിപ്പിയുമായാണ്. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ ഈ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. കൂടെ വരുന്ന കുഞ്ഞു ബെൽ ബട്ടണും കൂടി മറക്കാതെ ക്ലിക്ക് ചെയ്യുക. ബെൽ ബട്ടൺ അമർത്തുമ്പോൾ ഓൾ എന്ന ഓപ്ഷൻ പ്രസ് ചെയ്യുക. അപ്പോൾ നമുക്കിനി നേരെ വീഡിയോയിലോട്ട് പോയാലോ. ആദ്യം ഇതിനായി നമുക്ക് കുറച്ച് പച്ചമുളകും ഇഞ്ചിയും വേണം. അപ്പോൾ ഞാനത് കഴുകി വൃത്തിയാക്കി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ ഒരു 5 പച്ചമുളകും അതുപോലെ ഒരു 2 വലിയ കഷ്ണം ഇഞ്ചിയാണ് ഉള്ളത്. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് കുറച്ച് പുളിവെള്ളമാണ്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഒരു 3 നാരങ്ങ വലിപ്പത്തിൽ പുളി എടുത്തിട്ട് കുറച്ച് നേരമായിട്ട് ഒരു 10 മിനിറ്റായിട്ട് വെള്ളത്തിൽ നന്നായി മുക്കി വെച്ചേക്കുന്നതാണ്. ഇതിന് നമ്മൾ പുളിവെള്ളം എടുക്കും. ഇഞ്ചിപ്പുളി തയ്യാറാക്കാനായിട്ട് ഞാനിപ്പോൾ ഒരു കുടുക്ക വെച്ചിട്ടുണ്ട്. ഈ കുടുക്കൊക്കെ ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് നമുക്ക് നമ്മുടെ പുളി ഒന്ന് പിഴിഞ്ഞൊഴിച്ചു കൊടുക്കാം. നന്നായി നമ്മുടെ പുളിയുടെ സത്തൊക്കെ നമ്മുടെ ആ വെള്ളത്തിലേക്ക് നന്നായി ആക്കിയിട്ട് വേണം നമ്മൾ പിഴിഞ്ഞൊഴിക്കാനായിട്ട്. അതുപോലെ പുളിയുടെ നാരും ഇതൊക്കെ വീഴാണ്ട് നോക്കണം. വെള്ളം മാത്രം ഒഴിച്ചു കൊടുക്കാൻ ശ്രദ്ധിക്കണം. അരിച്ചൊഴിക്കുന്നതാവും നല്ലത്. ഇനി ഇതിലേക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. ഞാൻ ആദ്യം ഇവിടെ ഒരു 3/4 ടീസ്പൂണോളം മുളക് പൊടി, അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് ഇത്രയും തന്നെ മതി. ഇനി നമുക്ക് ഇതൊന്ന് മൂടി വെച്ച് ചെറുതായി ഒന്ന് വറ്റിച്ചെടുക്കാം. ഇത് റെഡിയായി വരുന്ന സമയം കൊണ്ട് നമുക്ക് നമ്മുടെ ഇഞ്ചിയും പച്ചമുളകൊക്കെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. അതിനായി ഞാനിപ്പോൾ ഇവിടെ ഒരു ചട്ടി വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആദ്യം നമ്മുടെ ചെറുതാക്കി അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി ഇട്ട് കൊടുക്കാം. ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരുന്ന പച്ചമുളക് ഇട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കണം. കളറൊക്കെ മാറി ഇതിലത്തെ വെള്ളമൊക്കെ വറ്റി നന്നായി ഒന്ന് റെഡിയായി വരണം. ഇപ്പം നമ്മൾ ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെയാണ് ഇത് റെഡിയാക്കി എടുക്കുന്നത്. കുറച്ച് കഴിഞ്ഞിട്ട് ഒന്ന് പിടിച്ച് വരുമ്പോൾ നമുക്ക് ഫ്ലെയിമൊക്കെ കുറച്ച് വെക്കാം. ഇതിപ്പോൾ നമ്മുടെ ചാറൊക്കെ കുറച്ച് വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ശർക്കര ഇട്ട് കൊടുക്കണം. ഞാനിപ്പോൾ ഒരു 3 അച്ച് ശർക്കരയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്കിപ്പോൾ കുറച്ചും കൂടി മധുരം വേണമെന്നുണ്ടെങ്കിൽ ഒരു 4 അച്ച് വരെ എടുക്കാം. ഇനി നമ്മുടെ ശർക്കര ഒക്കെ ഒന്ന് മെൽറ്റായി വരണം. അപ്പോൾ നമുക്കിത് വീണ്ടും മൂടി വെക്കാം. ഇതിപ്പോൾ നമ്മുടെ ഇഞ്ചിയും പച്ചമുളകൊക്കെ നന്നായി മൂത്ത് വന്നിട്ടുണ്ട്, നന്നായി മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇത് ഇത്രയും തന്നെ മതി. ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇത് കുറച്ച് ചൂടാറിയതിന് ശേഷം നമുക്കൊന്ന് പൊടിച്ചെടുക്കണം. ഇതിനായിട്ട് ഞാനിപ്പോൾ ഒരു മിക്സിയുടെ ജാറിലേക്ക് അത് ഇട്ട് കൊടുക്കുകയാണ്. ഇത് നന്നായി ഒന്ന് പൊടിച്ചെടുക്കാം. ഇതാ ഞാനിപ്പോൾ ഇത് പൊടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മളിത് പൊടിച്ചെടുക്കേണ്ടത്. ഇതാ അപ്പോൾ ഇതിന് നമ്മുടെ ശർക്കര ഒക്കെ മെൽറ്റായി വന്നിട്ടുണ്ട്. നമ്മുടെ ഇഞ്ചിപ്പുളിക്ക് കുറച്ച് കട്ടി കിട്ടാനായിട്ട് ഞാനിപ്പോൾ ഒരു 2 ടീസ്പൂൺ അരിപ്പൊടി എടുത്തിട്ടുണ്ട്. ഈ അരിപ്പൊടിയിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നന്നായി കട്ടയില്ലാണ്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് നമ്മുടെ ഇഞ്ചിപ്പുളിയിലേക്ക് ഒഴിക്കണത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ ഇഞ്ചിപ്പുളി കുറച്ച് കട്ടിയായിരിക്കാനാണ്. അപ്പോൾ നിങ്ങൾക്ക് ലൂസുള്ള ഇഞ്ചിപ്പുളിയാണ് ഇഷ്ടം എന്നുണ്ടെങ്കിൽ ഈ സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്യാവുന്നേ ഉള്ളൂ. ഇനി ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് നമ്മൾ നേരത്തെ പൊടിച്ച് മാറ്റി വെച്ചിരുന്ന നമ്മുടെ ഇഞ്ചി പച്ചമുളക് ആ പേസ്റ്റാണ്. അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇത് വീണ്ടും ഒന്നും കൂടി നന്നായി മിക്സ് ചെയ്യാം. അപ്പോൾ ഇത്ര തന്നെ ഉള്ളൂ നമ്മുടെ ഇഞ്ചിപ്പുളി റെഡിയായി. ഇനി ഇത് തൂമിക്കേ വേണ്ടുള്ളൂ. തൂമിക്കുക എന്ന് വെച്ചാൽ താളിക്കായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ തൂമിക്കുക എന്ന് പറഞ്ഞപ്പോൾ ആരോ കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതിനായി ഞാനിപ്പോൾ ഇവിടെ ഒരു ചട്ടി വെച്ചിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു 2 മണി ഉലുവ ഇട്ട് കൊടുത്ത് പൊട്ടിക്കാം. ഉലുവൊക്കെ പൊട്ടി വരുമ്പോൾ പിന്നെ ഇതിലേക്ക് 1 ടീസ്പൂണോളം കടുക് ഇട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം. കടുകും പൊട്ടി വരുമ്പോൾ നമുക്കതിലേക്ക് കറിവേപ്പില ഇടാം. ഇനി ഇത് നേരെ നമ്മുടെ ഇഞ്ചിപ്പുളിയുടെ ആ ചാറിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മുടെ വളരെ ഈസിയായ ഇഞ്ചിപ്പുളിയുടെ റെഡി ആയിരിക്കുകയാണ്. അപ്പം നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് മറക്കാണ്ട് എനിക്ക് ഫീഡ്ബാക്ക് അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫാമിലി ഫ്രണ്ട്സും കാണണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും മറക്കരുത്. ഇതുപോലുള്ള സൂപ്പർ വീഡിയോസുമായി വരുന്നവരെ ബൈ ബൈ.